നമസ്കാരം. എല്ലാവർക്കും റാംസ് ഡാൻസ് അക്കാഡമിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഇത്ര ദിവസങ്ങളായിട്ട് നമ്മൾ ഓരോ അടവുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് തട്ടടവ്, നാട്ടടവ്, പറവലടവ്, കുതിത്തുമെത്തടവ്, അങ്ങനെ ഓരോ അടവുകളും നമ്മൾ തീർന്നു കഴിഞ്ഞു. ഇന്ന് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് തീർമാനടവാണ്. തീർമാനടവ് എന്ന് പറയുന്നത് ഭരതനാട്യത്തിലെ തന്നെ പ്രധാന അടവുകളിൽ ഒന്നാണ്. എല്ലാം പ്രാധാന്യമുണ്ട് എങ്കിലും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. കാരണം തീർമാനടവ് ഇല്ലാത്ത ഒരു ഡാൻസ് ഉണ്ടാവില്ല പൊതുവായിട്ട്. കാരണം തീർമാനടവിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ എല്ലാം ഉൾപ്പെടുന്നത് കൂടിച്ചേർന്നു എല്ലാം ഒരു ഡാൻസിൽ എന്തായാലും വേണ്ടതാണ്. ആ പേരിൽ പറയുന്നത് എല്ലാത്തിനും ഒരു തീരുമാനമാക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ആണ് ഈ തീർമാനടവിന്റെ രീതികളുള്ളത്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിക്ക് മുന്നേ അതിന്റെ കൈയുടെ കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയാം. തീർമാനടവിന്റെ കൈ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രിപതാക മുദ്രയാണ് കയ്യിൽ പിടിക്കുന്നത് മെയിനായിട്ട്. അത് ചെസ്റ്റിന് നേരെ ത്രിപതാക മുദ്ര പിടിക്കാം. പിടിക്കുമ്പോൾ ഒരിക്കലും മുട്ടുകൈ താന്നു നിൽക്കുന്ന രീതിയിലാകരുത്. കറക്റ്റ് മുട്ടുകൈ കുറച്ച് ഉയർത്തി കറക്റ്റ് ലെവലിലായിരിക്കണം. അതുപോലെ വലതുവശം കളിക്കുമ്പോൾ വലത്ത് കൈ നേരെ നീട്ടുക. ഒരിക്കലും ചരിച്ചോ തിരിച്ചോ ഒന്നും നീട്ടരുത്. ഇവിടുന്ന് നേരെ, അവിടുന്ന് രണ്ടാമത്തെ അടവിന് കൈ ചരിച്ച് വീണ്ടും ഇവിടെ വരിക. മൂന്നാമത്തേന് ഈ കൈ നേരെ പുറകിലേക്ക് പോവുക. ഇങ്ങനത്തെ രീതിയിൽ ആ പുറകിലേക്ക് പോകുമ്പോൾ നീട്ടി തന്നെ പിടിക്കണം, ചുരുങ്ങരുത്, നീട്ടി തന്നെ. അതായത് 1 2 3. അതിനുശേഷം കൈ തിരിച്ച് ഇവിടെ വരിക. അതിൻ്റെ ഇടതുവശം 1 2 3. ഇങ്ങനെയാണ് ഇതിന്റെ കൈ ചെയ്യുന്നത്. കാലും വളരെ എളുപ്പമുള്ള രീതിയിലാണ് ഇതിന്റെ കാലും ഉള്ളത്. അത് എങ്ങനെയാണ് അപ്പോൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തീർമാനടവ് പ്രധാനമായിട്ടും പറയുന്നതിൽ 1 2 3 4 എണ്ണമാണ് ഉള്ളത്. അതിൽ 4 എണ്ണത്തിൽ ഒരെണ്ണം ഞാൻ കോമൺ ആയിട്ട് പറയുകയാണ്. കാരണം അതിന്റെ കാല് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാല് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിയുള്ള തീർമാനടവുകൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തീർമാനടവിന്റെ കാല് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ട് ഒരു കാലാണ് അതിന്റെ പഠിക്കേണ്ടതുള്ളൂ. പിന്നെ 1 2 3 ചവിട്ടുകൾ എക്സ്ട്രാ വരുന്നതേ ഉള്ളൂ. അപ്പോൾ തീർമാനടവ് കളിക്കുമ്പോൾ ആദ്യം അരമണ്ഡലത്തിൽ കാല് ചരിച്ചു വെച്ചിരിക്കുക. പിന്നെ ഫസ്റ്റ് ദ എന്ന് പറയുമ്പോൾ കാല് മുന്നിലേക്ക് നീട്ടുക. ത് എന്ന് പറയുമ്പോൾ അടുത്ത കാല് ചവിട്ടുക. തൈ എന്ന് പറയുമ്പോൾ വലത്തേക്കാല് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് ചവിട്ടുക. അതായത് 1 2 3 1 2 3. ഇങ്ങനെയാണ് തീർമാനടവിന്റെ കാല് വരുന്നത്. കുത്തക്കത്തി കുത്തക്കത്തി കിട്ടത്തും ധി ത് തൈ തക്ക ധിമ്മി ദ് ത് തൈ തക്ക ധിമ്മി ദ് ത് തൈ തക്ക ധിമ്മി ദ് ത് തൈ. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കണം എപ്പോഴും. ഒരിക്കലും ഇത് എന്ന് പറഞ്ഞ് ബാക്കിലേക്ക് നിൽക്കരുത്. ഇത് അത് കഴിഞ്ഞ് അരമണ്ഡലം വരിക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ സെക്കൻഡ് സ്പീഡും തേർഡ് സ്പീഡും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് സ്പീഡ് 3 4 ധ ത തൈ ധ ത തൈ ധ ത തൈ ധ ത തൈ. തേർഡ് സ്പീഡ് ധ ത തൈ ധ ത തൈ ധ ത തൈ ധ ത തൈ